നീ എന്തോടെ വെള്ളരിക്ക് വിളവെടുക്കുന്നോ? കുറെ നാളത്തെ ആഗ്രഹമാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയി കറി വെക്കണം. ഇത് കറി വെക്കാനുള്ള പരിപാടിയാ? ഞാൻ കൊണ്ടുപോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ കുറേ നാളുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് വരെ പറിക്കാനായിട്ട്. ചെറുതുവരെ പഴുത്ത് വേണ്ട, എന്ത് ചെയ്യാം, ആരും കിട്ടാനില്ലത് വിളവെടുക്കാനായിട്ട്. നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ആവണം, നമുക്കിവിടെ ആളില്ല. മത്തങ്ങ കൃഷിയാണ് നമ്മൾ തന്നെ വരണം ഇത് കൃഷി എടുക്കാനായിട്ടും. നമുക്ക് സമയമില്ലല്ലോ, അതൊക്കെ എൻ്റെ വിഷയങ്ങൾ. മൊത്തം ഇതായി ചെയ്യണ്ട. ഒരുപാടുണ്ടല്ലോടാ. ഇഷ്ടം പോലെ ഉണ്ട്. പഴയ എം.എൽ.എ. കേസിന്റെ കവിതയിലൊക്കെ ഉണ്ട് ഇതിന്റെ കാഞ്ഞിരക്കുരു പോലെ ഇരിക്കും. പക്ഷേ ഈ മരുഭൂമിയിലെ ഈ ഒരു ഉള്ളി വെള്ളം പോലും ഇല്ലാത്തത് ഇതെങ്ങനെ പച്ചപ്പിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ അടിയിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. ഇത്രയും ചൂടത്ത് എങ്ങനെയാണ് ഇത് കിടക്കുന്നത്? ഉള്ളില് ഒട്ടകം വരെ കഴിക്കൂല. ഒട്ടകം കഴിക്കുമെങ്കിൽ ഇവിടെ കിടക്കുമോ? ഇത് എപ്പോഴേ കഴിച്ചോണ്ട് പോയാ. കുരു നോക്കട്ടെ. ഇനി ഇതാണോ മറ്റേ കണ്ടാന്ന് കഴിക്കാൻ ആർക്കും തോന്നിപ്പോകും. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഈ കൈയുടെ കയ്പ് മാറണമെങ്കിൽ 4 ദിവസം കഴിയും. ചെറുതായിട്ടൊന്ന് നക്കി നോക്കി. ഇതൊന്ന് ജ്യൂസ് അടിച്ച് കുടിക്കണം, ഷുഗറിനൊക്കെ. ഇല്ല, ഒരു പാകിസ്ഥാനി എന്നാൽ പറിച്ചോണ്ട് പോകുന്നുണ്ട്. ഷുഗറിന് നല്ലതാണെന്നും പറഞ്ഞ് നമ്മളെ ഉമ്മുൽക്കൊന്ന് ഒരു കാര്യമായിട്ട് ഇത് പറിച്ചുകൊണ്ട് വന്നു. അപ്പൊ നൗഷാബ് ചോദിച്ച് ഇതെന്തിനാണ് കൊണ്ടുവന്നത്? ഇത് ഷുഗറിന് നല്ലതാണ് ഡോക്ടർ പറഞ്ഞു. ചിലര് മറ്റേ വിഷച്ചടിയൊന്നും തിന്നാനൊന്നും പറ്റൂല. പഠിച്ചാനിത് സൃഷ്ടിക്കൂലായിരുന്നല്ലോ. അല്ല, ചിലര് പറയുന്നുണ്ട് കണ്ണിലൊഴിച്ച കാഴ്ച കൂടുന്നോ. അത് ഇതല്ല. പിന്നെ ചിലര് ഇല കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പോകുന്നോ പലതും പറയുന്നുണ്ട് പലരും. എന്തായാലും നാട്ടാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട, വളം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. വെള്ളം ഒഴിച്ചാൽ നശിച്ചു പോകും. അതാ വിഷയം. എന്തായാലും നല്ല രസമുണ്ട്. ആർക്കെങ്കിലും ഇതിലെ ഹല്ലല വളം കാണുമെങ്കിൽ നമുക്ക് ടൂർ ഏർപ്പെടുത്താം. ഹല്ലല ടൂർ വാരിട്ടൊന്നും കിട്ടുന്നില്ല. വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാലേ ആരെങ്കിലും മുറിച്ച് തിന്നോളും. സാമ്പിൾ സൗജന്യം പറഞ്ഞാൽ മതി. ഇതിപ്പോ കണ്ടാ തോന്നുന്നത് മറ്റേ മൊസംബിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് മൊസംബി ഒന്നും അല്ല കേട്ടോ. പണ്ട് അബീസ് ഉണ്ടല്ലോ, 1-2 പറിച്ചൊരു തീറ്റി. എന്തായാലും നമ്മൾ ഈ മരുഭൂമിയിലുള്ള യാത്രയാണ്. അപ്പം പോയി അറബി ഇതിലേക്കൂടെ പോയി. വഴി ക്ലിയറാ. ഇന്ന് വഴി ഇനി വഴി ക്ലിയറാ. മുമ്പേ ഒരാൾ പോയിട്ടുണ്ടല്ലോ. ഓക്കെ.